നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനായി ഒരു സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ 31-കാരി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വെറും 5 ലക്ഷം രൂപയാണ് തങ്ങൾക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടതെന്ന് ആദ്യം ഓഫർ ഇട്ടുവെങ്കിലും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ഓഫർ ചെയ്യുകയാണ് ആ ഹോസ്പിറ്റൽ. പിന്നീട് കുടുംബവുമായി സംസാരിച്ചതിനു ശേഷം ഈ അടിവയറിലെ കൊഴുപ്പ് നീക്കാനായി സർജറിക്ക് വിധേയായ 31-കാരിയാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വിരലുകളും, അതായത് കാലുകളിലെയും കൈകളിലെയും വിരലുകൾ അടക്കം ഇപ്പോൾ മുറിച്ചുകൊണ്ട് ചികിത്സയിൽ തുടരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ? ഈ പറയുന്നത് പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എല്ലാ തരത്തിലുള്ള വിവരങ്ങളും കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള എല്ലാ കാര്യബോധമുള്ള ആള് തന്നെയാണ്. അപ്പം അവര് ഈ പറയുന്നത് പോലെ 4 വർഷം മുമ്പ് 8 മാസം പൂർണ്ണ ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ 8 മാസത്തിൽ പ്രസവിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും വലിയ തടിയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അതായത് അവരുടെ ശരീരപ്രകൃതം അനുസരിച്ച് ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രസവശേഷം ഇരട്ട കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. അപ്പം പ്രസവശേഷം ഇവരുടെ അടിവയറ്റിന് ഒരു തടി ഉണ്ടായിരുന്നു, അതായത് ഒരു വയറ് വെച്ചു. അപ്പം 4-4.5 വർഷം ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ടും അത് കുറയാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ഒരു സെർച്ച് നടത്തുന്നത്. ഇതിനു മുമ്പ് ഈ യുവതി ഈ തടി അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ വേണ്ടിയുള്ള യോഗകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മളും ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒന്ന് തന്നെയാണ് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിന്റെ പേരും അതിന്റെ ഒരു വലിയ ചിത്രങ്ങളും അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റും അതിന് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന കുറേ വീഡിയോസും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ മഞ്ജു പിള്ള പോലുള്ള നടിമാരുടെ അടക്കം ചികിത്സ നടത്തി എന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവര് പ്രൊമോഷൻ നടത്തുന്നത്. പോലും സർജറി ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നു എന്നൊക്കെയാണ് ഇവര് പ്രൊമോഷനിൽ അത് തന്നെയാണ് ആളുകളെ ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിൽ കബളിപ്പിക്കുന്നതും. കാരണം ഇന്ന് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 1-2 സെലിബ്രിറ്റികളെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ച് ബാക്കിയുള്ളവർക്കും സജസ്റ്റ് ചെയ്യലോ. അങ്ങനെ ഒരു സജഷനിലേക്കൂടെ കാര്യങ്ങൾ പോകുന്നു. ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രൊമോഷൻ വർക്ക് എടുക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന യുവതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ അവർ കൊടുത്തിട്ടില്ല. അതായത് സൗന്ദര്യവർദ്ധനന്റെ ഭാഗമായിട്ടാണ് ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടെങ്കിലും അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ യുവതിക്ക് ഇപ്പോൾ കയ്യിലെ 10 വിരലും കാലിലെ 9 വിരലും അടക്കം മുറിച്ച് മാറ്റേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ആഡിന്റെ ഭാഗമായിട്ടാണ് ഇവരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മൾ സെർച്ച് ചെയ്ത് അവരുടെ കോണ്ടാക്ട് എടുത്ത് അവരുടെ അടുത്ത് സംസാരിച്ചു. എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഈ പറയുന്നത് പോലെ 5 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വിടാതെ പിന്തുടരുമല്ലോ. അങ്ങനെ ഈ യുവതിയെ വീണ്ടും വീണ്ടും വിളിച്ച് കൺവിൻസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആ കൂട്ടത്തിലുള്ളതാണ് ഈ സെലിബ്രിറ്റികളുടെ ഒക്കെ ചികിത്സ ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ. ഈ കുട്ടിയുടെ വയറുള്ള അമിത വയറ് അത് കുറച്ചു കൊടുക്കാന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു, ഒരു ആത്മവിശ്വാസം നൽകുന്നു. അവസാനം പണം ഒരു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോഴാണ് 5 ലക്ഷത്തിലധികം രൂപയാകുമെന്ന് ചികിത്സയ്ക്കാകുമെന്ന് പറഞ്ഞ ചികിത്സ വെട്ടിക്കുറച്ച് 3 ലക്ഷത്തിന് ചെയ്തു കൊടുക്കാമെന്നതടക്കം പറയുന്നത്. അങ്ങനെ ഈ യുവതി ഇതിനൊക്കെ സമ്മതിക്കുന്നു. കഴിഞ്ഞ മാസം 22-നാണെന്ന് തോന്നുന്നു യുവതി ആശുപത്രിയിലേക്ക്, അതായത് കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ്. ചികിത്സ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആ ഒരു കേസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ചികിത്സകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 5 ദിവസത്തോളം ഇവര് റെസ്റ്റിലായിരിക്കും. ഈ റെസ്റ്റിൽ ഇവരെ മൊത്തം നിരീക്ഷിക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ തന്നെ ആശുപത്രിയിൽ കിടത്തുന്നതാണ് പതിവ്. പക്ഷേ ഈ പറയുന്ന യുവതിയുടെ കേസിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 ദിവസം ആശുപത്രിയിൽ കിടത്തുന്നു, 2ാമത്തെ ദിവസം വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോഴും വീട്ടുകാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ
ഒരു നിസാരമായിട്ടുള്ള ഒരു കുഞ്ഞി ചികിത്സയാണെങ്കിൽ പോലും നമ്മളൊന്ന് നിരീക്ഷണത്തിന് വേണ്ടി രോഗികളെ ആശുപത്രിയിൽ കിടത്തുന്നത് പതിവാണ്. പക്ഷേ ഇത് ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടത്തിയിട്ടും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കാനോ ഇവിടുത്തെ ഒരു ഹെൽത്ത് ആളുകളും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നീതു വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ മുതൽ തന്നെ നീതുവിന് ഒരുപാട് പ്രശ്നങ്ങൾ അവശതകളൊക്കെ നേരിട്ട് തുടങ്ങി. അപ്പൊ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ക്ലിനിക്കിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീതുവിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കുമ്പോഴും ഡോക്ടർ പറയുന്നത് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചോളൂ, ക്ഷീണം ഉണ്ടാകും, അത്രമാത്രമാണ് പറയുന്നത്. അത് ഈ സമയത്ത് അങ്ങനെ തന്നെയാണ്, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചോളൂ എന്നൊക്കെ തന്നെയാണ് ഡോക്ടർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. അതെ, അങ്ങനെ പറഞ്ഞ ഒരു കേസാണ് ഇപ്പോ ഈ വലിയ രീതിയിൽ ഗുരുതരാവസ്ഥയിലെത്തി. ഈ കൈകളുടെ ഈ ഒരു ഭാഗം ഫുൾ ഇങ്ങനെ കറുത്തിട്ട് നമ്മള് തീപിടുത്തൽ ഒരു ശരീരം പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് തീപിടുത്തത്തിൽ ശരീരം മൊത്തം അതുപോലെ കൈയും കാലും ഒക്കെ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ ശരീരം മൊത്തത്തിൽ എത്തിയിട്ടുണ്ട്. വയറിന്റെ ഭാഗമാണെങ്കിലും കൈയുടെ ഈ ഒരു ഭാഗമാണെങ്കിലും കാൽപാദത്തിന്റെ ഏകദേശം ഈ ഒരു ഭാഗം വരെ പകുതിയോളം ഭാഗം അത്തരത്തിൽ ശോഷിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. നേരിട്ട് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്, ഫോട്ടോയിൽ പോലും കാണാൻ പറ്റുന്നില്ല, പിന്നെ നേരിട്ട് കാണുന്ന കാര്യം പറയാത്തില്ല. ഇടതുകാലിലെ ആർട്ടറി ബ്ലോക്ക് മൂലം രക്തയോട്ടം കുറഞ്ഞാണ് പാദത്തിന്റെ ചലനശേഷികൾ നഷ്ടപ്പെട്ടത്. അതാണ് പറയുന്നത്. ഈ ശസ്ത്രക്രിയ, അതായത് കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം തന്നെ നീതുവിന് അസ്വസ്ഥതകൾ ഉണ്ടായി. ആശുപത്രിയിൽ എത്തിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നീതുവിന് ബ്ലോക്ക് വന്നു. ഈ പറയുന്ന, അതായത് ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ്, ചെയ്ത ശസ്ത്രക്രിയ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നതെന്നുള്ളതാണല്ലേ. ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം 2% മാത്രമേ നീതുവിനെ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഹോസ്പിറ്റലിൽ പറയുന്നത്. അവരൊക്കെ അടിച്ചുപോയ അവസ്ഥയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നീതുവിന്റെ കേസിലുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ചികിത്സാ പിഴവ്, ചികിത്സയിൽ സംഭവിച്ചിട്ടുള്ള എന്തോ ഒരു വലിയൊരു പ്രശ്നമാണ് എന്ന് ഈ വീട്ടുകാർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് വീട്ടുകാർ ഈ വിഷയത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയത്. പക്ഷേ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. അതായത് കേരളം എന്ന് പറയുന്നത് ആരോഗ്യരംഗത്ത് നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഓരോ ക്ലിനിക്ക് തുടങ്ങുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും ഒരു പെർമിഷനും കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുകയും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു പിഴവ്, അതായത് കൃത്യമായിട്ടൊരു ചികിത്സ പോലും നടത്താൻ പറ്റാത്ത ആളുകളാണ് പല സ്ഥലത്തും ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഇവർ പരാതി കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇവരോട് അവിടെയുള്ളൊരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇത് വലിയ പ്രശ്നമാക്കി പരാതി ഒന്നും കൊടുക്കാൻ പോകണ്ട. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ പൈസ ഇറക്കിക്കൊണ്ട്, ഡോക്ടേഴ്സ് ആണല്ലോ, സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടാവും. അപ്പോൾ പൈസ ഇറക്കിക്കൊണ്ട് അവർ ഡൽഹിയിൽ നിന്ന് വക്കീലിനെ ഇറക്കും, രക്ഷപ്പെടും. ആ ഒരു ധൈര്യം തന്നെയാണ് പല ആളുകളെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കേസായ കഴിഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോകാനുള്ള വകുപ്പ് സ്വയം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് ഇവിടുത്തെ ശരിക്കും പറയുകയാണെങ്കിൽ നിയമവ്യവസ്ഥയെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അധികൃതരൊക്കെ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ പ്രതികരണമൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. അതേസമയത്ത് ഇതേ പറയുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റലിലെ വേറൊരു സ്ഥലത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നീട് അത് പൊളിച്ചു മാറ്റിയാണ് ഈ പറയുന്ന കഴക്കൂട്ടം ഭാഗത്തേക്ക് അപ്പം അവിടേക്ക് മാറ്റിയതാണ്. ഈ ആദ്യം ഉണ്ടായിരുന്ന സ്ഥാപനത്തിലും ഇതേ രീതിയിലുള്ള ഒരു ചികിത്സ നടത്തിയിട്ട് ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന ഈ ബന്ധുക്കൾ, ഇപ്പൊ നീതുവിന്റെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എങ്കിൽ പോലും ഒരാൾ ഇത്തരത്തിൽ ചികിത്സ നടത്തിയതിനു ശേഷം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യം ആരും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതും ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഉപകാരപ്പെടും
മരണപ്പെട്ടില്ല എങ്കിലും അതിന്റെ ഒരു ബാഡ് എഫക്റ്റ് നമുക്ക് മനസ്സിലാകില്ല. ഇപ്പം ഞാനൊരു ക്രീം വാങ്ങി മുഖത്ത് തേക്കും അതെന്റെ മുഖത്ത് കുരുകൾ കൂടുതലാണ് ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ആ ക്രീം വലിച്ചെറിയുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു ചോയ്സ് മാത്രമാണ് എടുക്കുന്നത്. നേരെ മറിച്ച് ഇത് ആളുകളിലേക്ക് എത്തിക്കണം, ഇത് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ ആരണി പോയി പെടരുത് എന്ന് തുറന്ന് പറയാൻ പലർക്കും നാണക്കേടാണ്. ഞാൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് അല്ല, പലർക്കും അത് തുറന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് തോന്നുന്നതുകൊണ്ടാണ് പറയാത്തത്. കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് നാണക്കേടായിട്ട് തോന്നുന്നതുകൊണ്ടാണ് തുറന്ന് പറയാത്തത്. അങ്ങനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മരണപ്പെട്ട ആ കുട്ടിയുടെ ആരെങ്കിലും ഒരാൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഇനി ഈ നീതുവിനെ പോലുള്ള ഒരുപാട് ഇരകൾ ഈ കോസ്മെറ്റിക്കിന് കിട്ടാതെ പോകാമായിരുന്നു. എന്തായാലും ഇനിയും ഇപ്പോൾ നീതുവിന്റെ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടെ ആ ഒരു ചാൻസ് ഇവിടെ ഇല്ലാതായിരിക്കുകയാണ്. അതായത് ഈ ഹോസ്പിറ്റലിന് പിറകിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പോലും അറിയാതെയാണ് പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനീസിനെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ കോസ്മെറ്റിക് ഹോസ്പിറ്റലിൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ബ്യൂട്ടി കോൺഷ്യസിനെയൊക്കെ എന്താ പറയാ അതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടി എന്താ പറയാ, പണ്ടൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ട് പ്രകൃതിയിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുഖമൊക്കെ റെഡിയാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പൊ കുറച്ചുകൂടി ക്രീമുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഡയറക്റ്റ് ഒരു സ്കിൻ കെയർ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ എന്താണ്, നമുക്ക് ഏത് തരത്തിലുള്ള മരുന്നാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ചികിത്സ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ചികിത്സ നടത്തുന്നത്. അപ്പോൾ ഈ ക്ലിനിക്കുകളെ ബേസ് ചെയ്ത് ചികിത്സ നടത്തുക എന്ന് പറയുമ്പോൾ ഈ ക്ലിനിക്കുമായിട്ട് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ കമ്പനികൾക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവർ എഴുതി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നീട് ആ രോഗിയെല്ലാം ഇപ്പോൾ സ്കിന്നിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വരുന്ന ആളുകൾ പിന്നീട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വലിയൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് പല കൺസൾട്ടൻസികളും ഇതുപോലെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചെറിയ മരുന്നുകൾ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ കുരു പൊന്തുന്നത് പോലെയല്ല ഇപ്പോൾ നീതുവിന്റെ കാര്യം എന്ന് പറയുന്നത്. 2 ഇരട്ട കുട്ടികളുടെ അമ്മയാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ഒരു ആരോഗ്യസ്ഥിതി വന്നപ്പോൾ ഇപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ നീതുവിനൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ജീവന് പോലും മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നീതു രക്ഷപ്പെടുക ഭർത്താവ് മാത്രമാണ് ഏക ആശ്രയം. ആ കുടുംബത്തെ പോലും, അതായത് അമ്മയ്ക്ക് ഏക മകളാണ്, അപ്പൊ ആ കുടുംബത്തെ പോലും ഇനി പുലർത്തേണ്ട ഒരു ബാധ്യത ആ ഭർത്താവിനാണ്. നീതുവിന്റെ വീട്ടില് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന നീതുവാണ്. നല്ലൊരു ജോലി നീതുവിന് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പക്ഷെ ഇനിയിപ്പോ വിരലുകൾ മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ വിരളാണല്ലോ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലും നഷ്ടപ്പെട്ട് ജീവിതം പോലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇവിടെ ഇപ്പോൾ ഇവരുടെ പൈസ പോയ കഥയും നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് 35 ലക്ഷത്തോളം രൂപ ഇപ്പൊ നീതുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ട്. അതായത് 3 ലക്ഷം രൂപയാണ് നീതുവിന്റെ ഈ പറയുന്ന സർജറിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടൻസി, അതായത് കോസ്മെറ്റിക് ഹോസ്പിറ്റലിന്റെ അവര് പറഞ്ഞിരുന്നത്. അപ്പോൾ 3 ലക്ഷം രൂപ നീതു തന്നെ കണ്ടെത്തി കൊടുക്കുന്നു. ഭർത്താവിന്റെ സമ്മതം ഉണ്ടായിരുന്നു. ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിലവിൽ അവിടുത്തെ ആശുപത്രി അധികൃതരൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരുപാട് വലിയ ഇംഗ്ലീഷിലുള്ള ഒരുപാട് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് മൊത്തത്തിൽ അങ്ങ് കൊടുത്തിട്ട് സാധാരണ രീതിയിൽ ഇതിന് ചെറിയൊരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണും എന്നുള്ള രീതിയിൽ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആളുകൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളൊന്നും വലിയൊരു പേപ്പർ മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ മൊത്തം വായിച്ചു നോക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അത്തരത്തിൽ 3 ലക്ഷം രൂപ കൊടുത്ത് ചിലവാക്കി ഒരു ചികിത്സ നടത്തി. ആ ചികിത്സയുടെ പിഴവ് കാരണം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് നീതു. ഏകദേശം 35 ലക്ഷത്തോളം കഴക്കൂട്ടത്ത് ഒരു വീട് വെക്കാനുള്ള ഒരു പദ്ധതിയിലൊക്കെ ആയിരുന്നു നീതുവും ഫാമിലിയും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ള പണം അതിപ്പോൾ നീതുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ഈ ഒരു ചികിത്സ ചെലവ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ ഹോസ്പിറ്റലിൽ പണം നൽകുന്ന സമയത്ത് പണം കൊടുക്കേണ്ടുന്ന സാഹചര്യമായപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ കേസ് കൊടുക്കാൻ എന്നുള്ള കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഒരുപാട്
ഒരുപാട് ഉപദേശങ്ങൾ എന്നൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടും, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട, കേസ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ നീതുവിന്റെ അവസ്ഥ ഗുരുതരമാകുന്നതിന് മുമ്പ് തന്നെ അവര് ഈ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഈ ആളുകൾക്ക്, അതായത് ആ ആശുപത്രിയിലുള്ള പ്രവർത്തകർക്കൊക്കെ അറിയാം അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിനെതിരെ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും ദിവസമായിട്ടും ഇടപെട്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന രീതിയാണ് പൊതുവെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ഇത്ര വലിയ റിപ്പോർട്ട് വന്നിട്ട് പോലും ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നിരാശ തന്നെയാണ്. അതേ സമയത്ത് ഈ പറയുന്ന സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട്, അതായത് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് സ്ഥാപനത്തിന് നോട്ടീസ് നൽകി അടപ്പിച്ചതായാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ പറയുന്ന പോലെ ഈ നീതുവിന്റെ പരാതിയിൽ തുമ്പ പോലീസ് ഡോക്ടർ ഷെനാൾ ശശാങ്കനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ഒരാൾക്കെതിരെ മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കണം. കാരണം ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഒരാൾ മാത്രമല്ലല്ലോ, ആ സമയത്ത് എത്രമാത്രം ആളുകൾ അതിൽ ഇൻവോൾവ് ആകുന്നുള്ള നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടിപ്പോയത് ഒരു 5 പേരെങ്കിലും എന്തായാലും കാണും. അപ്പം ബാക്കി 4 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഉള്ള നടപടികളൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഉള്ളത് എന്നുണ്ട്. അതേസമയം ഇവർ ഈ ആശുപത്രിയിൽ തുടരുമ്പോൾ തന്നെ, അതായത് നീതുവിന്റെ സ്ഥിതി ഗുരുതരമാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവരെ പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു, അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ആശുപത്രിയിലേക്ക് മാറ്റിയതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ലൈസൻസ് ഇല്ലാത്ത ഈ സ്ഥാപനത്തിന്, ഹോസ്പിറ്റലിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയവും നീതുവിന്റെ ബന്ധുക്കൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് ഒരു നിസാരപ്പെട്ട ഒരു കാര്യമല്ല. സൗന്ദര്യവർദ്ധനവിന് വേണ്ടി നീതു ചികിത്സ തേടി എന്നതിനേക്കാൾ ഉപരി ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ വലിയൊരു പിഴവ് അത് ഇവിടെ മറയ്ക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിലത്തെ പോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അത് ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നീതുവിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇനിയും ഇവരുടെ ഇരയാകപ്പെടാം. അപ്പോൾ ആ സാഹചര്യമൊക്കെ മാറ്റിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇനിയും ഒരുപാട് കൺസൾട്ടൻസി ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്, ക്ലിനിക്കുകൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള യോഗ്യരായിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മന്ത്രിമാരെയൊക്കെ ഇത്തരത്തിൽ പറയുമ്പോൾ നമ്മുടെ കാര്യവും പറയേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ സ്വമേധയാ നമ്മളും ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ്.